ഈ ക്രിസ്മസ് ദിനവും ന്യൂ ഇയറും കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിലേക്ക് നീങ്ങി തുടങ്ങിയാണ്. BJP വളരെ നേരത്തെ തന്നെ ആ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി കേന്ദ്രമന്ത്രിമാർക്കെല്ലാം ചുമതലകൾ നൽകുകയാണ്. BJPയുടെ ചുമതലകൾ നൽകി തുടങ്ങി. വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലകൾ, ഒപ്പം തന്നെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ ചുമതലകളൊക്കെ തന്നെ നേരത്തെ നൽകി തുടങ്ങിയെങ്കിൽ ഇപ്പോൾ കൂടുതൽ കേന്ദ്രമന്ത്രിമാർക്ക് ആ ചുമതലകൾ നൽകി തുടങ്ങിയിരിക്കുന്നു. ഇവരിത് പരീക്ഷിച്ച് വിജയിച്ചത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായിരുന്നു. അവിടെ ഓരോ മണ്ഡലങ്ങൾക്കും ഓരോ ജില്ലകൾക്കും കേന്ദ്രമന്ത്രിമാരെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ അവരുടെ MP-മാരെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ടൊരു നീക്കം നടത്തി. അതൊരു വലിയ വിജയമാണ് മധ്യപ്രദേശിൽ അവർക്ക് നേടാൻ കഴിഞ്ഞത്. ഇതേ ഫോർമുലയെ വെച്ചുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങൾ, അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇനി BJPയുടെ പ്രചാരകന്മാരാകും. പ്രചാരകന്മാർ എന്നല്ല, പ്രവർത്തകരായി മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് സാധാരണഗതിയിൽ മുൻപ് BJPയുടെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഒക്കെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത പ്രചാരകന്മാരാണെങ്കിൽ ഇത് ഫുൾ ടൈം ഈ ഓരോ സംസ്ഥാനങ്ങളിലെ ചുമതലയുള്ള നേതാക്കന്മാരായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അമിത്ഷാ പശ്ചിമ ബംഗാളും തെലങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കൾക്കുമൊക്കെ ഓരോ മണ്ഡലങ്ങൾ തിരിച്ച് കൊടുത്തുകൊണ്ട് ആ മണ്ഡലങ്ങളിലെ പ്രചാരകരല്ല, പകരം ആ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. കേരളം അടക്കമുള്ള 160 മണ്ഡലങ്ങൾ നേരത്തെ തന്നെ BJP സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. കാരണം അവർ കുറച്ച് വോട്ടിന് പിന്നിലേക്ക് പോയതും ജയിക്കുന്നതിന് കുറച്ച് വോട്ട് മാത്രം വേണ്ടിയിരുന്നതുമായ മണ്ഡലങ്ങളാണ്. അത്തരത്തിലുള്ള മണ്ഡലങ്ങളെല്ലാം കേന്ദ്രമന്ത്രിമാരുടെ കീഴിലേക്ക് പോരും. നമുക്കറിയാം, തിരുവനന്തപുരം S. ജയശങ്കറാണ് തിരുവനന്തപുരത്തിൻ്റെ ചാർജ് മുൻപ് നോക്കിയിരുന്നത്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ മണ്ഡലങ്ങൾക്കും വെച്ചിട്ട് കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുക. കേന്ദ്രമന്ത്രിമാർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ആയിരിക്കില്ല ഇനിയുള്ള മാസങ്ങളിൽ പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകുന്നു. ഇനിയുള്ള നാളുകളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു കോലാഹലമാണ്. അവിടെ കേന്ദ്രമന്ത്രിമാരല്ല, BJPയുടെ പ്രവർത്തകരായിട്ട് ഈ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.